ഹലോ ഓൾ, ഇന്ന് നമുക്ക് ഈ പഴുത്ത പഴം വെച്ചിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ബനാന ബ്രെഡ് ഉണ്ടാക്കാം. വീട്ടിലെ പഴം മിക്കവാറും നല്ലതായിട്ട് പഴുത്ത് കഴിയുമ്പോഴായിരിക്കും ഞാനിത് ഉണ്ടാക്കുന്നത്. ഇന്ന് എനിക്കിവിടെ 3 പഴമായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത്. ഇതൊരു ഫോർക്ക് ഉപയോഗിച്ച് നല്ലതായിട്ട് നമ്മൾ മാഷ് ചെയ്തെടുക്കുകയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. മിക്സിയിലൊന്നും ഇട്ട് അടിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഇതിന് പ്രത്യേകിച്ച് സ്കില്ലൊന്നും ആവശ്യമില്ല. ജസ്റ്റ് നമ്മളിത് നല്ലതായിട്ട് ഉടച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ കുക്കായി വരുമ്പം ഈ ഒരു പീസസ് ഒന്നും നമുക്ക് ശരിക്കും ഫീൽ ചെയ്യത്തുപോലും ഇല്ല. അതുകൊണ്ട് നമ്മൾ ഈ ഫോർക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് മാഷ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ 2 മുട്ടയാണ് ഇട്ട് കൊടുത്തത്. റൂം ടെമ്പറേച്ചറുള്ള മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറാണ്. അത് ഞാനൊരു 100 ഗ്രാം ഇട്ട് കൊടുക്കുന്നുണ്ട്. 100 ഗ്രാം ബട്ടറും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനൊരു ബീറ്റർ ഉപയോഗിച്ചാണ് മിക്സ് ചെയ്തത്. നിങ്ങൾക്ക് ഫോർക്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ പഞ്ചസാര നല്ലതായിട്ട് അലിയണം, അതാണ് ഇതിൻ്റെ പരുവം. അപ്പോൾ അതുവരെ നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് എടുക്കേണ്ടത്. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനിവിടെ 1.5 കപ്പ് പ്ലെയിൻ ഫ്ലോർ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മൈദാ മാവും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇടുന്നത്. ഈ ഒരു റെസിപ്പിയിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡറിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ 1 നുള്ള് ഉപ്പ് ഇടുന്നുണ്ട്. അതിനുശേഷം നമുക്ക് സിനമൺ പൗഡർ, നമ്മുടെ കറുവപ്പട്ട പൊടിച്ചതാണ് ഇടുന്നത്. ഈ ഒരു പൊടി ഇടുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ കേക്കിന്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പഴത്തിൻ്റെയും ബട്ടറിൻ്റെയും മുട്ടയുടെയും ഒക്കെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2ആയിട്ടാണ് ഇട്ട് കൊടുത്തത്. ഒരുമിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ഒരേ ഡയറക്ഷനിലേക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നല്ലതായിട്ട് മിക്സ് ആകുന്നതിന് വരെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇത് മിക്സായി കഴിഞ്ഞ് ഇതിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ചോക്കോ ചിപ്സ് ഇല്ലായിരുന്നു. ഞാൻ അതിന് പകരമായിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ചോക്ലേറ്റ് പൊടിച്ചാണ് ഇട്ട് കൊടുത്തത്. ഫെററോ റോഷറിൻ്റെ ചോക്ലേറ്റാണ്. ഇതിനകത്ത് കുറച്ച് നട്ട്സും കൂടി കാണും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാൾനട്ട്സ് ഉണ്ടെങ്കിൽ വാൾനട്ട്സും ചോക്കോ ചിപ്സും ആഡ് ചെയ്യാവുന്നതാണ്. ഇതൊന്നും ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇതൊക്കെ തികച്ചും ഓപ്ഷണലാണ്. ഇനി ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചോക്ലേറ്റ്സ് ഇങ്ങനെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് കേക്ക് മുറിക്കുമ്പം കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കിട്ടും. അത് നല്ലൊരു ഫ്ലേവർ നൽകും ഈ ഒരു കേക്കിന്. നിങ്ങളുടെ കയ്യിൽ ഡയറി മിൽക്കോ മറ്റേതെങ്കിലും ചോക്ലേറ്റ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒടിച്ചിട്ട് കൊടുത്താലും മതിയായിരിക്കും. ഇനി ഇതൊരു കേക്ക് ടീനിലേക്ക് മാറ്റുന്നുണ്ട്. ഞാനിവിടെ ഒരു ബ്രെഡിൻ്റെ കേക്ക് ടീനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് റൗണ്ടായിട്ടുള്ള കേക്ക് ടീനിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുത്താൽ മതിയാകും. ഇത് ബേക്ക് ചെയ്തെടുക്കുന്നതിന് 165 ഡിഗ്രിയിലാണ് വെക്കുന്നത്. ഞാൻ വേറെ കേക്കും കൂടി ബേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കിതിന് 45 മിനിറ്റ്സാണ് എടുത്തത്. നമ്മുടെ ബനാന ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുകൾ വശം നല്ലതായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ഈസി ആയിട്ട് ഇതിങ്ങനെ ഇളകി വരും. നമ്മൾ കാണാം ആ ഒരു ചോക്ലേറ്റ് ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോക്ലേറ്റ് മെൽറ്റ് ആയതുപോലെ ഇരിക്കും. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചോക്ലേറ്റ് കാണുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാകും. ഇതിൻ്റെ ടേസ്റ്റും കുറച്ച് എൻഹാൻസ് ചെയ്യാനായിട്ട് ഈ ചോക്ലേറ്റ് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഇത് ബ്രെഡ് പോലെയാണ് കട്ട് ചെയ്യുന്നത്. ഈ ഒരു ബട്ടർ പേപ്പർ ഞാനിത് മാറ്റി കൊടുക്കുകയാണ്. കാണാൻ പറ്റും നല്ലതായിട്ട് കുക്കായിട്ടുണ്ട്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മളുടെ വീട്ടിലൊക്കെ ഇതുപോലെ പഴുത്ത പഴമൊക്കെ എക്സ്ട്രാ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ബനാന ബ്രെഡ് ഉണ്ടാക്കാവുന്നതാണ്. ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ്. കുട്ടികൾക്ക് ഇത് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. ഇടയ്ക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഇത് കൊടുക്കാറുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.